ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിൽ വന്നിട്ട് ഒരു നൈറ്റ് ഡ്രൈവ് പോകാനായിട്ട് ഇറങ്ങിയേക്കാണ്. നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അതായത് നമുക്ക് തമിഴ്നാടിന്റെ ഫുൾ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. അപ്പൊ രാത്രിയിലും പകലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വ്യൂ ആണ്. നമുക്ക് പകല് കുറച്ച് അടിപൊളിയാണ്, രാത്രി ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം നമ്മുടെ വീട് കട്ടപ്പനയാണ്. കട്ടപ്പന എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മൾ അണക്കരയാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 900 അടി ഉയരത്തിലാണ് നമ്മുടെ ഈ ഒരു സ്ഥലം. ഹൈ റേഞ്ച് ഏരിയ ആണ്, കാടും മലയും ഒക്കെയാണ്. ഇവിടുത്തെ റോഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം. റോഡുകളൊക്കെ എങ്ങനെയാണ്, രാത്രിയിലൊക്കെ നല്ല രസമാണ്. നമുക്ക് ഇതിലൂടെ എന്നാ വണ്ടിയൊക്കെ ഓടിച്ച് ഒരു ഡ്രൈവൊക്കെ. അപ്പൊ ഇടുക്കിയിൽ ഒത്തിരി ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ട്. അതിനകത്ത് ഒത്തിരി പേര് അറിയാതെ പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. ഇത് പാണ്ടിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ഇതിന്റെ തൊട്ട് അപ്പുറത്തായിട്ട് അരുവിക്കുഴി ഉണ്ട്. അതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഒത്തിരി ആൾക്കാർ വരാറുണ്ട് അവിടെ. അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും കുറെ അട്രാക്ഷൻസും ഒക്കെ ഉണ്ട്. നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് പ്രത്യേകിച്ച് കണ്ടു കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ ചിന്നമന്നൂരും ഗൂഡല്ലൂരും എന്നുള്ള 2 സ്ഥലങ്ങളാണ് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇടി ഉണ്ട്, മിന്നലുണ്ട്, രാത്രി മഴ ചെറുതായിട്ട് തുള്ളുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 20 രൂപയാണ് പാസ്. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് ശരിക്കും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ അരുവിക്കുഴി വന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ ഡോറൊക്കെ ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പൊ നമുക്ക് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകണം ഗൈസ്. ഇവിടെ വന്നതല്ലേ, എല്ലാം ഒന്ന് കണ്ടോളൂ. ഇതാണ് അരുവിക്കുഴി വ്യൂ പോയിന്റ്. ഹാനോഷ് ഇങ്ങനെ ഇരിക്കണു, ഇങ്ങോട്ടാന്നറിയാണ്ട്. ഉണ്ണിയാണ് നമ്മളെ വഴി തെറ്റിക്കുന്നത്. ഉണ്ണി പറഞ്ഞു ഇവിടെ ചെന്നാ മതി, രാത്രി തുറന്നിരിക്കുന്നു പറഞ്ഞ് ചെന്നതാണ്. ഉണ്ണിനെ കാണിക്കണേ. നമ്മളെ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇവിടെ രാത്രിയിലൊക്കെ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോ റോഡിന് നടുക്കൊക്കെ പന്നിയും ആനയും ഒക്കെ വന്ന് നിൽക്കുന്നതായിരുന്നു. ഇതൊക്കെ ഇല്ല ഗൈസ്, ആനയൊന്നും വരത്തില്ല, അല്ലാത്ത പ്രാണികളൊക്കെ ഉണ്ടാകാം. ഉണ്ണി വഴി അറിയാവോ? ഉണ്ണിക്ക് തെറ്റിപ്പോയാണ് നമ്മൾ അവിടെ കൊണ്ടുവന്നത്. പിന്നെ ഉണ്ണി ഒന്ന് മാനേജ് ഇത് കാടൊന്നുമല്ല കേട്ടോ. ഇത് ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്ന നോർമൽ സ്ഥലമാണ്. പക്ഷെ ഇപ്പൊ രാത്രി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തോന്നുന്നതേ ഉള്ളൂ. ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, നമുക്കറിയാം രാമക്കൽമേട്ടിലൊക്കെ പോയിട്ട് ഒത്തിരി ആൾക്കാർ തമിഴ്നാടിന്റെ വ്യൂ ആസ്വദിക്കാറുണ്ട്. അപ്പം അതേ സെയിം ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. കാരണം ഇതെല്ലാം ബോർഡറാണ്. രാമക്കൽമേട് പോലെ ഇതും ഒരു തമിഴ്നാടിന്റെ ഒരു ബോർഡർ തന്നെയാണ്. ഈ സ്ഥലങ്ങളെ കുറിച്ചൊന്നും അധികം പേർക്ക് അറിയത്തില്ല. ചോദിക്കാൻ ആരുമില്ല. നമ്മുടെ ഈ ഹൈ റേഞ്ചിലൊക്കെ കൂടുതൽ ആൾക്കാർ നേരത്തെ കിടക്കും. നമ്മുടെ വീടുകളിലൊക്കെ ലൈറ്റ് ഒക്കെ ഓഫാണ്. ഉറങ്ങി അച്ചോ. ആറ്റം കാണുന്നില്ല, റൈറ്റ് സൈഡ് ഒരു ബോർഡ്, അവിടെ നിന്ന് സ്ലോ ചെയ്യണേ. കുഴിയുണ്ട്. നമ്മുടെ പാണ്ടിക്കാട് വരെയാണോ? പാണ്ടിക്കാട് വരെയാണോ ഇവിടെ? പാണ്ടിക്കാട്. ഇത് തമിഴ്നാട്. ഇത് റൈറ്റ് സൈഡില്ലേ, ഈ പുല്ലിന്റെ അപ്പുറം അത് തമിഴ്നാട്. ലെഫ്റ്റ് സൈഡ് ഇത്. ശരിയാ. അപ്പൊ നമ്മള് നേരത്തെ താമസിച്ചപ്പം അവിടെ അങ്ങനെയായിരുന്നു. അതായത് ഇത് ബോർഡർ പറയും. ഈ വഴിയുടെ താഴോട്ട് തമിഴ്നാട് ഫോറസ്റ്റാ, ഈ സൈഡ് കേരളം. അപ്പൊ നമ്മള് ബോർഡറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ആൾക്കാര് ഇതുപോലെ കാട് കയറിയായിരുന്നു കയറി വന്നുകൊണ്ടിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നൊരു 2 മണിക്കൂറിനൊക്കെ കയറി. അത് സത്യമായിട്ടത്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പണിക്കൊക്കെ വന്നോണ്ടൊക്കെ ഇരുന്നവർ അങ്ങനെ പറയാറ്. 2 മണിക്കൂർ എടുത്ത് കയറി വന്നിട്ടാണ്. ഇല്ലിക്കാട് കണ്ടോ? അടിപൊളി, സൂപ്പർ. ഇവിടെ ഫുൾ ഇരുട്ടാണ്, ഒന്നുമില്ല. അപ്പൊ നമ്മള് ഇങ്ങനെ ലൈറ്റ് ടോർച്ച് അടിച്ചു പോവോ? പാമ്പൊക്കെ ഉണ്ടെങ്കിലോ? വീഡിയോ ഇരുട്ടും ടോർച്ച് മാത്രമേ ഉള്ളൂ, സ്ഥലമൊന്നും മനസ്സിലാണില്ല. ആൾക്കാർക്ക് മനസ്സിലാവും.
അതേണ്ട കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഫോണിൽ ടോർച്ച് ഉണ്ടോ? എല്ലാം അടിച്ചു കുറേ പോകാം. ഉണക്കേലല്ലേ നടക്കുന്നത്, വെള്ളം നടക്കുന്നുണ്ട്. കാണുന്നതെല്ലാം കൂടുതലൂര് ആ സ്ഥലമില്ലേ, ആ ഒത്തിരിത്തോടെ അവിടെ ചേട്ടാ ഇരിക്കാൻ വേണ്ടി പറയും. അതിന്റെ മേലിൽ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അതിന്റെ അടിയിൽ നിന്ന് എല്ലാവരും അഞ്ചിലേ മേടിക്കുന്ന സ്ഥലവും ആ വെള്ളം താഴെ വന്ന് വീട്ടിൽ എന്തിയാണോ അതെല്ലാവരും ദേഹത്ത് ഇത് വീഴ്ത്തിയിട്ടാ പോകത്തുള്ളൂ അവിടെ. ഇതെല്ലാം ഓരോ കെട്ടിടങ്ങളിലെ ലൈറ്റ് അല്ലേ കാണുന്നത്. പകലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബസ് ഓടുന്നതും എല്ലാം കാണാൻ പറ്റും. കൃഷി സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. തെങ്ങും പാടവും പുളിയും മാന്തോപ്പും ഒക്കെ. ഇതിന്റെ അങ്ങേയറ്റമാണ് രാമക്കൽമേട്. ഇവിടുന്ന് ഈ ഒരു സൈഡ് വഴി പോവാണെങ്കിൽ ഒരു 45 കിലോമീറ്റർ മിച്ചം പോയി കഴിഞ്ഞാൽ കമ്പം കാണാം. രാമക്കൽമേട്ടിൽ നിന്ന് കമ്പം കാണാം. ഇവിടുന്ന് ചിന്നമന്നൂരും ഗൂഡല്ലൂരും. നമ്മൾ ഈ കൊടൈക്കനാലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ എങ്ങനെയായിരിക്കും രാത്രി എല്ലായിടത്തും ലൈറ്റ്. ഇതല്ലേട്ടാ, ഇത് സത്യം പറഞ്ഞ ഇപ്പൊ നമ്മള് കേരളത്തിലാണോ നിൽക്കണേ? ഇപ്പൊ നമ്മള് കേരളത്തിലാണ്. ഈ ബോർഡറാണോ തമിഴ്നാട്? അങ്ങനല്ല, വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ മരത്തിന്റെ അവിടെയാ. പക്ഷെ മണ്ടയിലില്ലേ, മണ്ടയിൽ ഇങ്ങനെ കോണായിട്ട് എന്താ പോകുന്നത്. മണ്ട നമ്മള് വന്നില്ലേ അവിടെ വന്ന വഴിയുടെ വലതുവശം ഇത് തമിഴ്നാടെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് കോൺ തെറ്റിയാ പാറ്റത്. താഴെ മറ്റേ സർവേക്കല്ല് അടിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം സ്ഥലമില്ല അരുവിക്കുഴി, അവിടെ സർവേക്കല്ല് അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട്. എന്നിട്ട് എങ്ങനെയാ വന്നേക്കുന്നത്, പക്ഷെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതാണ്. ആരെങ്കിലും നമ്മളെ പിടിക്കുവാണെങ്കിൽ മനസ്സിലാവും തമിഴ്നാടാണോ കേരളമാണോ. ഹനു എങ്ങനെയാണ്ടാ? ഹനു ഹനു സൂപ്പറാണോ? ഹനു അടിപൊളിയാണോ വ്യൂ? ഭയങ്കര ഇഷ്ടമായി ഇവിടെ വരാനായിട്ട്. പകലും ഇഷ്ടമാണ്, രാത്രി ഇഷ്ടമാണ്. നമ്മളിങ്ങനെ പണ്ട് കുഞ്ഞിലെ സമയത്തൊക്കെ ആരും പറയാണ്ടൊക്കെ തന്നെ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോരും. എന്നിട്ട് അങ്ങ് സൈഡിലൊക്കെ പോയി ഇങ്ങനെ ബാറയുടെ അവിടെയൊക്കെ പോയിരിക്കായിരുന്നു. ചെറിയ ഇടിമിന്നലൊക്കെ ഉണ്ട്. അതാണ് മറ്റേ മലയെല്ലാം ഇറങ്ങി വരുന്ന എൻഡ്. ആ ലൈറ്റ് കുറെ നിൽക്കുന്നത് അവിടെയാണ്. പൈപ്പ് ലൈൻ കാണാൻ പറ്റില്ല നമ്മുടെ മറ്റേ മുല്ലപ്പെരിയാർ പൈപ്പ് ലൈൻ കാണാൻ പറ്റും. അവിടെ തൊട്ട് ഇതാണ്ട് കമ്പം വരെ ഒരേ സ്ട്രെയിറ്റാ. എല്ലാം ഒരു 150-160 സ്പീഡിലാണ് പോകുന്നത്, ബൈക്കും കാറും എല്ലാം. വേറെ ഹമ്പോ ഒന്നും സ്ട്രെയിറ്റ് ഡയറക്റ്റ്. ഇടയ്ക്ക് മറ്റേ ബാരിക്കേർ വെച്ചിട്ട് ഡിലേ ചെയ്യാൻ വേണ്ടി. ഇവിടെ റോമിംഗ് അല്ലേ, തമിഴ്നാടാ. എയർടെൽ ഒട്ടുമില്ല ആണോ? ഇട്ടിട്ട് പോകല്ലേ? തേക്കടി അടിപൊളിയാ കാണാനൊക്കെ. തേക്കടി നമ്മുടെ ഇവിടുന്ന് എത്ര കിലോമീറ്റർ വരും? 16. കുമ്മളിക്ക് 16 ഒരു 2 കിലോമീറ്റർ. ടൂറിസം ബോർഡിന്റെ കീഴിലുള്ള ഈ എല്ലാ ബുക്കിംഗിനും ഡയറക്റ്റ് പോയി എടുക്കുവാണെങ്കിൽ, പക്ഷെ നമുക്ക് കൺഫേം ആക്കാൻ പറ്റിയല്ല ചേട്ടാ. പക്ഷെ ഇവിടുന്ന് ഇപ്പൊ എത്ര 16 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അവിടെ ചെന്നുമ്പോ ഇല്ലെന്ന് പറഞ്ഞാൽ ചേട്ടാ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് പോകാനേ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ ഡയറക്റ്റ് നമ്മൾ ചേട്ടായി പക്ഷെ ബുക്ക് ചെയ്തിട്ട് പോവാണെങ്കിൽ ചേട്ടായിക്ക് ഡയറക്റ്റ് ചെല്ലാം. ആ ടൈമിൽ ചെന്ന് വേണമെങ്കിൽ ചേട്ടായിക്ക് അവർക്ക് ഒരിക്കലും ടിക്കറ്റ് ചേട്ടായി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഡിഫറൻസ് മുണ്ടിന് 21 കിലോമീറ്റർ, രാമക്കൽമേടിന് 19 കിലോമീറ്ററും, തേക്കടിക്ക് 18 കിലോമീറ്റർ. കാൽബിനുമുണ്ട്. നമ്മൾ എർട്ടിയാറിൽ പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഓഫ് ജോസ് ഊട്ടിക്കകത്ത് നമ്മുടെ ദിലീപും മറ്റേ വേറൊരു നെൽസൺ എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഡാമിന്റെ അകത്തൊരു സ്ഥലമുണ്ട്. ഒരു കല്ലിനോട് കൂടി ശവകുടീരം പോലെ ഇരിക്കുന്ന ഒരു കല്ലിനോട് കൂടി ചാരി സംസാരം ഉള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ
ഡയറക്റ്റ് അല്ലേ എർട്ടിയാറിന്ന് നേരെ റൈറ്റിലേക്കുള്ള വഴി. കഴിഞ്ഞ ദിവസം പോയത് കട്ടപ്പനയിൽ എർട്ടിയാറിന് പോകുന്ന വഴി റൈറ്റ് സൈഡിലേക്ക് മാറുവാണെങ്കിൽ അഞ്ചുള്ളി കാൽവരി മൗണ്ടിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണാം. ഇത് എർട്ടിയാറ് ഉള്ളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞ അഞ്ചുള്ളി ടണൽ കാണാം. ആ ടണലിൽ അവധി സമയത്ത് നമുക്ക് കേറാം. അല്ലാതെ ഡിസംബർ ടു ഒരു ഫെബ്രുവരി നമുക്ക് കയറാൻ പറ്റത്തില്ല. അത്രയും ഫോഴ്സിലാണ് വെള്ളം എത്തിയത് സപ്ലൈ ചെയ്ത്. ആ ഇടുക്കി ഡാമിലെ വെള്ളം സപ്ലൈ ഇടുക്കി ഡാമിലേക്ക് തിരിച്ച് റിട്ടേൺ വരുന്ന അവസാനം വഴി അത് നമുക്ക് കയറാൻ പറ്റത്തില്ല. ആ സമയം ഒരു ജനുവരി ടു ജൂൺ ജൂലൈ വരെ നമുക്ക് കയറാം. അതിന്റെ അകത്ത് ബ്രിട്ടീഷുകാര് പണിതാണ്. പക്ഷെ അത് ഫെയിൽ ആയിപ്പോയി. ആ പാതി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ അന്നത്തെ അതിന്റെ എഞ്ചിനീയറിനെ പഠിപ്പിച്ചല്ല. എഞ്ചിനീയറും ആ ദേവസ്വം എന്തോ അടിയുണ്ടായിരുന്നു. ഇത് നമ്മുടെ അണക്കര. ഇവിടെ തന്നെയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മരിയൻ ധ്യാന കേന്ദ്രം ഉള്ളത്. ഇതാണ് എന്റെ നാട്. ആറ് ദോശയും 2 ഓംലേറ്റും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ പൊളിയല്ലേ ഇത്. എന്നാ വേണ്ടേ? വട വേണോ? എന്നാ വേണ്ട എന്റെ കുഞ്ഞാവയ്ക്ക്? 2 കട്ടൻ കാപ്പി കുടിക്കണ്ടോ? കാണിച്ചനെ കാണിച്ചനെ കട്ടൻ കാപ്പി കുടിക്കണ്ടോ? പെട്ടോ പോകാം. നമ്മള് കാപ്പിയൊക്കെ കുടിച്ചു, നമ്മൾ ചെറിയ കടിയൊക്കെ കഴിച്ചു. നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു.